കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി കഞ്ഞിക്കുഴി ഏരിയ കൺവെൻഷൻ സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടി.വി. ബൈജു ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി സുഹൃത്തുക്കൾ ഇപ്പോഴും ചോദിക്കുന്നത് വ്യാപാരി വ്യവസായ സമിതി കൊണ്ട് എന്ത് ഗുണം എന്ന് ചോദിക്കുന്നുണ്ട്. എങ്കിൽ കഞ്ഞിക്കുഴിയിലെ 50% വ്യാപാരികൾക്കും ഒരു പ്രകാരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു പ്രകാരത്തിൽ സംഘടന കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്. സംഘടനയുടെ കടയിലുണ്ടാകുന്ന വിഷയങ്ങൾ, മറ്റ് അധികാരികളിൽ നിന്നുണ്ടാകുന്ന വിഷയങ്ങൾ, അവരുടെ വീട്ടിലുണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങളടക്കം പരിഹരിക്കുന്നതിന് സംഘടനയുടെ ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ ഒരു പരിധിവരെ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളൊരു കുടുംബം പോലെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ പ്രത്യുപകാരം പോലെ ആയിരിക്കണം ജാഥ വിജയിപ്പിക്കേണ്ടത്. സംസ്ഥാന സെക്രട്ടറി ചേർത്തലയിൽ സ്വീകരണം കഴിഞ്ഞ് ജാഥ ക്യാപ്റ്റനായി 11-ാം മൈൽ വരുമ്പോൾ നിങ്ങളുടെ ഏരിയ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളവർ 11-ാം മൈലിൽ നിന്ന് സ്വീകരിച്ച്, കണിച്ചൂളങ്ങരയിൽ നിന്ന് മായിത്രയിൽ നിന്ന് സ്വീകരിച്ച്, കണിച്ചൂളങ്ങരയിൽ നിന്ന് സ്വീകരിക്കുന്നവർ അനുധാവനം ചെയ്ത് ജാഥയുടെ പുറകിൽ വാഹനത്തിൽ അനുധാവനം ചെയ്ത് കഞ്ഞിക്കുഴിയിൽ നിന്ന് കിഴക്കോട്ട് കയറി ഏതാണ്ട് ലൂതർ ജംഗ്ഷൻ വരെ നമ്മുടെ ഏരിയയാണ്. അവിടെയെല്ലാം ജാഥ ക്യാപ്റ്റൻ ഇറങ്ങി സ്വീകരിക്കത്തില്ല, പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും സ്വീകരിച്ചുകൊണ്ട് പുറകെ അനുധാവനം ചെയ്തുകൊണ്ട് മാരാരിക്കുളം ഏരിയയിലേക്ക് കടന്ന് മുഹമ്മ വഴി മണ്ണഞ്ചേരിയിൽ എത്തുമ്പോൾ അവിടെ ജാഥയിലുള്ള മുഴുവൻ പേർക്കും ഓരോ യൂണിറ്റിൽ നിന്നും അതൊക്കെ ഇവരാണ് തീരുമാനിക്കുന്നത്. വ്യാപാരി വ്യവസായ സമിതി കഞ്ഞിക്കുഴി ഏരിയ കൺവെൻഷൻ നടന്നു. കണിച്ചുകുളങ്ങര സഹകരണ ബാങ്ക് ഓഡിറ്റോറിയം ബെന്നി ഉമ്മടി നഗറിൽ ചേർന്ന കൺവെൻഷനിൽ ഏരിയ പ്രസിഡന്റ് ആർ മോഹനൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഇൻചാർജ് PS സാബ്രി സ്വാഗതവും ഏരിയ ട്രഷറർ N സിദ്ധാർത്ഥൻ നന്ദിയും പറഞ്ഞു. ഏരിയ രക്ഷാധികാരി S രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. ജില്ലാ സെക്രട്ടറി S ശരത്ത് സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി VK മുകുന്ദൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജമീല പുരുഷോത്തമൻ, വിജയശ്രീ സുനിൽ, ഏരിയ വൈസ് പ്രസിഡന്റുമാരായ ലളിതാംബിക, ഗിരീഷ് മഠത്തിൽ, TK പ്രസാദ്, ജോയിന്റ് സെക്രട്ടറിമാരായ S സുജിത്, K ഷിബു, VR ദിനേശ് എന്നിവർ പ്രസംഗിച്ചു. സംഘടനയായി കേരളത്തിലെ നമ്മുടെ വ്യാപാരി വ്യവസായ സമിതി മാറുകയുണ്ടായി. അപ്പോൾ അത് കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പോകാൻ കഴിയണം. ഇപ്പോൾ ആശ്വാസ പദ്ധതികളൊക്കെ ഇവിടെ പറഞ്ഞു. നമ്മുടെ ഏരിയയിൽ ഇനിയും നമുക്ക് അതിൻ്റെ ഒരു ഗുണങ്ങളെല്ലാം കിട്ടിയിട്ടുള്ളവരാണ് നമ്മൾ, അതെല്ലാം മനസ്സിലാക്കിയവരാണ് നമ്മൾ. അതുകൊണ്ട് എല്ലാവരെയും ആശ്വാസ പദ്ധതിയിലടക്കം നമുക്ക് ചേർക്കാൻ കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഇവിടെ വിളിച്ചിട്ടുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മുടെ ജാഥയാണ്. ജനുവരി 13-ാം തീയതിയാണ് ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നത്. ആ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് അതിനകത്ത് ജാഥയുമായി ബന്ധപ്പെട്ട് നാം ഉയർത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ചെറുകിട വ്യാപാര രംഗത്ത് വലിയ തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട്. ഒന്ന്, ഓൺലൈൻ വ്യാപാരം അത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എല്ലാ സാധനവും ഓർഡർ ചെയ്ത് വരുത്താൻ കഴിയുന്ന തരത്തിലേക്ക് ആമസോണും അതുപോലുള്ള മറ്റുള്ള പുലിക്കാരിലടക്കമുള്ള സ്ഥാപനങ്ങൾ വലിയ തരത്തിലേക്ക് അവർ ഉയർന്നു വരികയാണ്. വലിയ വമ്പിച്ച രീതിയിലാണ് അവിടെ ബിസിനസ് നടക്കുന്നത്. അത്ര പ്രതിസന്ധി നമ്മളെ വല്ലാതെ നമ്മുടെ ചെറുകിട വ്യാപാരികളെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യക്ഷ വിദേശ നിക്ഷേപങ്ങൾ ഇവിടെ കൊണ്ടുവരാനും വലിയ വലിയ മാളുകൾ, സൂപ്പർ മാർക്കറ്റുകളെല്ലാം വലിയ വമ്പന്മാർ, അതായത് യൂസഫ് അലി അടക്കമുള്ള അത്തരത്തിലുള്ള വലിയ വലിയ വമ്പന്മാർ അത്തരത്തിലുള്ള വലിയ മാളുകളെല്ലാം വരുന്നതോടുകൂടി തന്നെ ചെറുകിട വ്യാപാരികളെ അത് ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും.